ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നാളെ സ്റ്റാർ സിംഗിക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കോളേജിൽ നിന്നാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ 5 മണിക്ക് കോളേജിൽ എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്ററെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ കോളേജിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ 1-1.5 മണിക്കൂർ എടുക്കും ട്രാവലിന്. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ സ്റ്റേ അടിച്ചേക്കാണ്, നമ്മുടെ പ്രണവ് കൂട്ടൻ്റെ വീട്ടിൽ. അവൻ്റെ വീട്ടിലിങ്ങനെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ ആ ശോഭയ്ക്ക് വന്നു. ശോഭയിൽ ഞങ്ങളിങ്ങനെ ചില്ലടിച്ചിങ്ങനെ നടക്കുക. നൈറ്റ് ഏകദേശം 9 ഇവിടെ അധികം ആൾക്കാരില്ല, അത്യാവശ്യം കാമായിട്ടിരിക്കുക. ഞങ്ങൾ ജസ്റ്റ് വൈബ് ചെയ്യാനായിട്ട് വന്നു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോകും. ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലുണ്ട്, ഉണ്ണിയപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടന്നുറങ്ങി നാളെ കാലത്ത് സ്റ്റാർ സിംഗിൻ്റെ പോകും. അപ്പോൾ നമുക്ക് നേരെ കോളേജിൽ വരുത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഗൈസ്, ഇതാ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം എത്താറ്. ഇവിടെ നിന്ന് ഇത്തിരി നടക്കാനുണ്ട്, ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് എന്നിട്ട് പൾസ് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് പൾസ് പോയി ചെക്ക് ചെയ്ത് ഇത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറാനായിട്ട്. വന്നപ്പോൾ എന്നെ ഫുഡ് കഴിക്കാൻ കയറിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 7:45 അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ പൾസ് കഴിക്കാൻ കയറും. അങ്ങനെ ഇത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോയ്ക്ക് കയറാമെന്നാണ് പറഞ്ഞത്. സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഫോൺ അലൗഡ് ആണോ എന്ന് അറിയില്ല. അലൗഡ് ആണെങ്കിൽ ഉള്ളിലത്തെ ഇത്തിരി ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽസ് ഇടാം, അല്ലെങ്കിൽ പിന്നെ അത് ഇടാൻ പറ്റില്ല. നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് നൈറ്റ് ഇറങ്ങുമ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഗൈസ്, സോ നമുക്ക് ഫോണും ബാഗൊന്നും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, എല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കയറാനായിട്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും നമ്മൾ എടുക്കുന്നതല്ല. നമ്മൾ ഫോണൊന്നും ഇല്ലാതെ പുറത്തിറങ്ങുമ്പോൾ ബാക്കി വിഷ്വൽസ് നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഉള്ളിലേക്ക് ഫോൺ കയറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഇത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോണൊന്നും കയറ്റാൻ പാടില്ല, ഉള്ളിൽ തന്നെ വെക്കുമെന്ന് പറഞ്ഞു. ബട്ട് നമുക്ക് ഫോൺ കയറ്റാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വൽസൊക്കെ എടുത്ത്, ഇതുവരെ നമ്മുടെ ഫോണിൽ വിഷ്വൽസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വൽസൊക്കെ എടുത്ത് അവിടെ കുറേ പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റാർ സിംഗർ അങ്ങനെ അധികം കാണാത്തതുകൊണ്ട് അവരുടെ പേരൊന്നും എനിക്കറിയില്ല, സോ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ ചിത്ര, അവർ ജഡ്ജസ് ഇരിക്കുന്നത് ഇവിടെ, നമ്മൾ ജഡ്ജസിനെ കാണാൻ പറ്റില്ല. ആ ഒരു പാനൽ ഇവിടെ ഹൈഡായിട്ട് ഇരിക്കുക നമ്മുടെ ഫ്രണ്ടിൽ. സോ അതെ, നമ്മുടെ ക്യാമറ ഒരു ക്യാമറ ഉള്ളൂ, വേറെ ക്യാമറ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ലേ? സൈഡിൽ നിന്ന് ഉണ്ടാവും, പക്ഷേ ക്യാമറ ഇപ്പോൾ ഒരെണ്ണം കാണാനുള്ളൂ നിലവിൽ.
ഗായ്സ് അങ്ങനെ ഇതാ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഏകദേശം ഇപ്പോൾ 2:30 കഴിഞ്ഞ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല ക്യാമറ അധികം. എന്ന് വെച്ചാൽ ലീക്ക് ആവുന്നുള്ള ഒരു ഇതിൽ അതിൻ്റെ ഉള്ളിൽ ക്യാമറയും വീഡിയോ ഒന്നും അലൗഡ് അല്ല. സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അധികം വീഡിയോസ് പോയാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാ. വേഗം പോയാലും ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്ക് കൂപ്പണൊക്കെ തന്നിട്ടുണ്ട്. നമ്മളത് മേടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കയറി 3 മണി ആവാറായി. സംഭവം ഇപ്പോൾ തുടങ്ങില്ല. ഇനി കോസ്റ്റ്യൂമോ ചേഞ്ച് ചെയ്ത് അടുത്ത എപ്പിസോഡാണ്. 3 എപ്പിസോഡ് ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മളൊരു എപ്പിസോഡിൻ്റെ ഇത് കഴിഞ്ഞ് ഉച്ചവരെ ആയിരുന്നു. പിന്നെ നൈറ്റ് വരെ ഒരു 10-10:30 വരെ ഷൂട്ടിംഗ് ഉണ്ടാവും. നമ്മളതുവരെ വെയിറ്റ് ചെയ്യണം. ഇനി 3 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 3 മണിക്ക് തുടങ്ങിയില്ല, ഒരു 3:30-4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മണി 7 മണിയാകുമ്പോൾ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് 10 മണി 10:30 ആകുമ്പോൾ ഫുൾ പരിപാടി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോകും. തൃശ്ശൂർ എത്താനായിട്ട് എങ്ങനെ പോയാലും ഒരു 11:30-12 മണിയാവും. നാളത്തെ കോളേജിൻ്റെ പോക്ക് തീരുമാനമായിട്ട്. അപ്പോൾ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്രേക്കിൽ കാണാം. ഓക്കെ കയറാണ് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തി ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്ഥലമുണ്ട് പോരാ. കുഴപ്പമില്ല, ഞാൻ പറയാം. നീ അവിടെ നിന്ന് ഫുള്ള് നല്ല ടേസ്റ്റ്. ഇത് 2ാമത്തെ പ്രാവശ്യമല്ലേ? ഇത് 2ാമത്തെ പ്രാവശ്യം. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പോയിട്ട് നമ്മളെ ഈസിത്തെ ഇത്തിരി പേര് വരാണ്ട്, ഇത്തിരി ആൾക്കാർ വരാണ്ട്, പിന്നെ 2 മിസ്സുമാരും വരാണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് ബസ്സിൽ വിശ്വസിച്ച് ഞാൻ ലാസ്റ്റ് ഇടാം. ഒരു ക്രെഡിറ്റ് സീൻ പോലെ എൻഡിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ആ ബസ്സിൽ അടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുന്ന വീഡിയോ ഒന്നും എടുക്കില്ല. അത്ര ടയർഡായിരിക്കും എന്തായാലും ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ. സോ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ. ഇവിടെ പ്രശ്നം അനിയനെ പാടില്ല. എടാ ആരുടെ പാടത്തെ അതിലേ ഒരു കൊടുത്തേ.
അവിടുന്ന് തലകുത്തി 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 തലകുത്തി